ഈ എത്ര സമയം നീണ്ടു നിൽക്കും ഈ പട്ടിക കൈമാറ്റം ഗവർണറുമായി? അല്പസമയത്തിനകം തന്നെ ഗവർണർക്ക് പട്ടിക കൈമാറി വി ഡി സതീശൻ പുറത്തേക്ക് വരും. സേതു, ഈ മന്ത്രിസഭ ആരൊക്കെയാണെന്ന് അടങ്ങുന്ന പട്ടിക കൈമാറുക എന്നുള്ള നടപടി മാത്രമാണ് ബാക്കിയുള്ളത്. അത് പെട്ടെന്ന് കൈമാറി കഴിഞ്ഞ് സതീശൻ പുറത്തേക്ക് വരും. അതിനുശേഷമായിരിക്കും മന്ത്രിസഭ ആരാണെന്നുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തുക. കന്റോൺമെന്റ് ഹൗസിലായിരിക്കും എല്ലാ മന്ത്രിമാരുടെയും പ്രഖ്യാപനം നടത്തുക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില പേരുകളൊക്കെ വന്നു എന്നുള്ളതാണ് ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കൊക്കെ ആളുകൾ എത്തുന്നു, പ്രതീക്ഷിച്ചതിൽ ഉള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നു എന്ന തരത്തിലേക്ക് ഇപ്പോൾ വാർത്തകൾ വരികയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബിനിൽ നൽകിയിരിക്കുന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ റോജി എം ജോണ്, അതോടൊപ്പം തന്നെ ഒ ജെ ജനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ച ആളുകൾ എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ പോരാ, പുതുമുഖങ്ങൾ പട്ടികയിലേക്ക് എത്തുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഒ ജെ ജനീഷ് മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് ആണ് ബിനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പുതുമുഖങ്ങൾ, പ്രതീക്ഷിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ കൂടി ഉൾക്കൊള്ളുന്ന മന്ത്രിസഭയായിരിക്കും ഉണ്ടാകുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ആരൊക്കെയാണെന്ന് അല്പസമയത്തിനകം തന്നെ വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. നീണ്ട ചർച്ചകൾക്കും ഏറെ ആകാംക്ഷകളും ഒക്കെ ഉണ്ടായിട്ടുള്ള 2-3 ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഘടകകക്ഷികളുമായി നീണ്ടുനിന്ന ചർച്ച, അതിനുശേഷം കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നീണ്ടുപോയി. ഓരോ പക്ഷവും അവരുടെ മന്ത്രിമാരെ ഉറപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ അങ്ങനെ നീണ്ടുപോയി. ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ലോക്ഭവനിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയിരിക്കുന്നു. ഈ മന്ത്രിസഭയിലേക്ക് ഉള്ള പട്ടിക അദ്ദേഹം കൈമാറും. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം കന്റോൺമെന്റിൽ വെച്ച് അദ്ദേഹത്തിന്റെ മന്ത്രിമാർ ആരൊക്കെയാണെന്നുള്ള പ്രഖ്യാപനവും നടത്തും. ശരി, അങ്ങനെ മന്ത്രിസഭ പട്ടിക ആയിട്ടുണ്ട്. ലോക്ഭവനിലേക്ക് വി ഡി സതീശൻ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ന്യൂസ് മലയാളത്തിലൂടെ കാണുന്നത്. വി ഡി സതീശൻ പട്ടിക കൈമാറാനായി ലോക്ഭവനിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നതും. അങ്ങനെ ക്യാബിനറ്റിൽ ആരൊക്കെയാണെന്ന കാര്യത്തിൽ തീരുമാനമായി, വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായി. അല്പസമയത്തിനകം തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി ഇദ്ദേഹം കന്റോൺമെന്റ് ഹൗസിലെത്തി അവിടെ നിന്നും വാർത്താ സമ്മേളനം നടത്തും. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ ചന്തു കൂടിയുണ്ട്. ചന്തു, ഇനിയിപ്പോ നമ്മൾ ഈ പട്ടിക പറയുമ്പോഴേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതല്ലാതെ വേറെ ആരൊക്കെയോ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവർ ആരൊക്കെയാണ്, ഇവരുടെ വകുപ്പുകൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ് കേരളത്തിനാകെ ഉള്ളത്. അപ്പം ഇന്നിപ്പോ വി ഡി സതീശൻ അദ്ദേഹം ലോക്ഭവനിൽ നിന്നും ഇറങ്ങി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ പട്ടികയുടെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാധ്യമങ്ങൾ കാത്തിരിക്കുന്നത് സേതുലക്ഷ്മി. കാരണം നിർണായകമായ കൂടിക്കാഴ്ചകൾ, നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന നിർണായകമായ കൂടിക്കാഴ്ചകൾ, അനുനയ ചർച്ചകൾ, അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ അന്തിമ പട്ടികയുമായി വി ഡി സതീശൻ ലോക്ഭവനിൽ ഗവർണറെ കാണാൻ പോയിരിക്കുന്നത്. സത്യപ്രതിജ്ഞയിൽ 21 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യണം. ഒരു പൂർണ്ണ ക്യാബിനറ്റ് ആയിരിക്കണം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നൊരു തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു. കാരണം ഇത്രയും മികവുറ്റ ഒരു വിജയം UDF ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് കുറച്ചു മന്ത്രിമാർ ആദ്യവും പിന്നീട് മറ്റു മന്ത്രിമാർ എന്ന തരത്തിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനം കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായും മന്ത്രി സഭയിൽ ഉൾപ്പെടേണ്ട വ്യക്തികളെ പൂർണ്ണമായും തീരുമാനിച്ചൊരു പട്ടിക ലോക്ഭവനിലേക്ക് നൽകാൻ തീരുമാനിച്ചത്. അതിന്റെ തിരക്കിട്ട ചർച്ചകളാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ കന്റോൺമെന്റ് കേന്ദ്രീകരിച്ചും KPCC ആസ്ഥാനം കേന്ദ്രീകരിച്ചും അതായത് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ വസതികളൊക്കെ കേന്ദ്രീകരിച്ച് നടന്നത്. അതിൽ പ്രധാനമായും കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മുടെ ബിനിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വകുപ്പുകളുടെ കാര്യത്തിൽ, അതായത് മുഖ്യമന്ത്രി സ്ഥാനവും ധനകാര്യവും വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല ആഭ്യന്തരം, അങ്ങനെ തുടങ്ങിയ വകുപ്പുകളിലൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇനിയും വ്യക്തത വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവസാന വട്ട ചർച്ചകളിൽ നിർണായകമായ ടെസ്റ്റുകൾ സംഭവിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒ ജെ ജനീഷ് അടക്കം പട്ടികയിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തീരുമാനിച്ച വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു അഴിച്ചുപണി സ്വാഭാവികമായും നടത്തിയിട്ടുണ്ട്. ഉറപ്പിക്കപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ അത് ആരുടേതാണെന്ന് പറയാൻ കഴിയുമോ?
സേതുലക്ഷ്മി, രമേശ് ചെന്നിത്തല ഈ ആഭ്യന്തരം, വിജിലൻസ് തുടങ്ങിയ വകുപ്പുകൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. മറ്റ് വകുപ്പുകൾ സംബന്ധിച്ചും നേരത്തെ ബിനിൽ പറഞ്ഞതനുസരിച്ച് വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ അവസാനവട്ടം ചില അഴിച്ചുപണികൾ വന്ന സ്ഥിതിക്ക് അതിൽ ഏതൊക്കെ വകുപ്പുകളിലാണ് ഒരു മാറ്റം ഉണ്ടായതെന്ന് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ വരേണ്ടിയിരിക്കുന്നു. അത് അല്പസമയത്തിനകം തന്നെ അതിലൊരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു വ്യക്തത വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ, വകുപ്പുകളുടെ കാര്യത്തിൽ. AP അനിൽകുമാറിന് ആരോഗ്യ വകുപ്പിലേക്കായിരിക്കും AP അനിൽകുമാർ വരിക. PC വിശ്വനാഥ് ടൂറിസം സാംസ്കാരികം, T സിദ്ദിഖിന് വനം വകുപ്പാണ്, OJ ജനീഷ് യുവജനക്ഷേമത്തിലേക്ക്, K മുരളീധരനാണ് വൈദ്യുത വകുപ്പ് മന്ത്രിയാവുക. തിരുവനന്തപുരത്ത് നിന്നുള്ള MLA K മുരളീധരനായിരിക്കും വൈദ്യുതി വകുപ്പിലേക്ക് വരിക. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശു വികസനം, സണ്ണി ജോസഫ് തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു റവന്യൂ വകുപ്പിലേക്കായിരിക്കും അദ്ദേഹത്തെ പരിഗണിക്കുക എന്ന്. അങ്ങനെ തന്നെ വരുന്നു. അതേപോലെ K തുളസിയും മന്ത്രിസഭയിലേക്ക് വരുന്നു. ഇതിൽ ചന്തു ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നേരത്തെ ഈ IC ബാലകൃഷ്ണൻ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി അടക്കം IC ബാലകൃഷ്ണന് വേണ്ടി സംസാരിച്ചു എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ IC ബാലകൃഷ്ണൻ മന്ത്രിസഭയിൽ ഇല്ല എന്നാണ്. സേതുലക്ഷ്മി, ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് IC ബാലകൃഷ്ണന്റെ പേര് ഈ പട്ടികയിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ IC ബാലകൃഷ്ണൻ കന്റോൺമെന്റ് ഹൗസിലെത്തി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി T സിദ്ദിഖ് മാത്രം അല്ലേ? അങ്ങനെ വേണം നിലവിൽ കരുതാൻ സേതുലക്ഷ്മി. T സിദ്ദിഖിന് വനം വകുപ്പ് നൽകും, അല്ലെങ്കിൽ വനം വകുപ്പാണ് T സിദ്ദിഖിന് ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഒരു വ്യക്തത, അതായത് ഏകദേശ വിവരമാണ്. ഇതിൽ അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IC ബാലകൃഷ്ണന്റെ കാര്യം, IC ബാലകൃഷ്ണൻ മന്ത്രിസഭയിലേക്ക് ഏകദേശം ഉറപ്പായതാണ്. അദ്ദേഹത്തിന് വേണ്ടി കാരണം പട്ടിക വർഗ കോൺഗ്രസ് അടക്കം രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല രമേശ് ചെന്നിത്തല IC ബാലകൃഷ്ണന് വേണ്ടി ആദ്യഘട്ടം മുതൽ രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആഭ്യന്തരം എന്ന വകുപ്പിലേക്ക് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും